അഹങ്കാരത്തിനുള്ള ചുട്ട മറുപടി എന്ന് തന്നെ പറയാം. ഇപ്പോ രേണുവിന് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. എല്ലാം പൂട്ടിക്കെട്ടി ഇപ്പോ പോവേണ്ട ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതായത് കുറെ നാളുകളായിട്ട് ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ രേണു 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 മയം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പറയുന്ന രീതിയിൽ നല്ല നല്ല കോണ്ടന്റുകളാണെങ്കിൽ ശരിയെന്ന് പറയാം. ഇത് അതുപോലെ ഒന്നുമല്ല. പല രീതിയിലും ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന തരത്തിലോട്ടുള്ള ഈ പറയുന്ന ഈ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് പോലും ഒരുപാട് പേർക്ക് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടി അതിനുള്ളിൽ ഇടുന്ന കുറേയധികം പരിപാടികൾ. എന്തായാലും ഇതിനൊക്കെയുള്ള ഒരു ചുട്ട മറുപടി ഇപ്പോൾ രേണുവിന് കിട്ടിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കേസ് കൊടുത്തു, ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, നല്ല രീതിക്ക് ഫൈൻ കിട്ടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ഒരു വഴിക്കാവുന്ന തരത്തിലോട്ട് ഇപ്പൊ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന് വേണം എടുത്തു പറയാനായിട്ട്. എന്തായാലും രേണുസുതി ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര എന്തോ വലിയ സംഭവമാണ്, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംസാര രീതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് നിലത്തുമല്ല ആകാശത്തുമല്ലാത്ത രീതിയിലുള്ള ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു രീതികളൊക്കെ തന്നെയും പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംസാരത്തിലായാലും അതോടൊപ്പം തന്നെ പ്രവൃത്തിയിലായാലും ഒക്കെ തന്നെയും. എന്തായാലും അതിനൊക്കെയുള്ള ഒരു മറുപടി, അതായത് കുറെ നാളുകളായിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ രേണുവിന്റെ സ്വന്തം അക്കൗണ്ടിൽ ഇടുന്ന പോസ്റ്റുകളുടെ കമന്റ് സെക്ഷൻ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആളുകൾ എത്രത്തോളം ഈ പറയുന്ന രീതിയിൽ രേണുവിനെതിരെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ആളുകൾക്ക് അത്രത്തോളം ഒരു നെഗറ്റീവ് ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ടായി കംപ്ലീറ്റ്. കാരണം ഒരു പോസിറ്റീവ് എന്ന് പറയുന്ന കാര്യമേ രേണുവിൽ നിന്ന് പോയി. അത് കംപ്ലീറ്റ് പോയെന്ന് രേണുവിന് തന്നെ മനസ്സിലായത് കൊണ്ട് തന്നെ പിന്നെ കംപ്ലീറ്റ് അങ്ങ് നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കാമെന്ന് രേണു തന്നെ വിചാരിച്ചുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ അതിന് ഈ ചെയ്തു കൂട്ടുന്ന എന്ത് കാര്യത്തിലായാലും അത് പക്കാ നെഗറ്റീവായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് മാത്രമല്ല, അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും തലവേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേയധികം വീഡിയോസ് കാര്യങ്ങൾ അത് ഇത് മറ്റത് മറിച്ചത് ചപ്പ് ചവറ് എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണുമയം. ഇതിപ്പോൾ ആർക്കും സോഷ്യൽ മീഡിയ കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് എവിടെ നോക്കിയാലും രേണു. അതും കാണുന്നവർക്ക് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഓരോരോ സംഭവ വികാസങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ ഓരോന്നിലും വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയും. അത് പോരാത്തതിന് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവ വികാസം കൂടെ തുടങ്ങിയിട്ട് ആളുകൾക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനൊക്കെ മീതെ ഇപ്പോൾ രേണുവിന് പണ്ടെന്നല്ല കുറച്ച് നാൾ മുന്നേ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കുള്ള ഒരു പണിയാണ്, 8ന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഇപ്പം വന്ന് കയറിയിട്ടുള്ളൂ. ഇപ്പോൾ സമയം 4 മണി ആവുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇന്ന് രാവിലെ പോയത്. ഈ കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്തായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേരള സൈബർ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല സമീപനമാണ് എനിക്കിന്നുണ്ടായത്. ഞാൻ എന്തിനു വേണ്ടിയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രേണുസുതിയുടെ വിഷയങ്ങൾ സംസാരിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അതിൻ്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരെ കൊണ്ട് സഹി കിട്ടു, ഇവർക്കെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒന്ന് ശ്രമിച്ച് നോക്കാം. അങ്ങനെ ഇവർ കുറച്ച് നാൾക്ക് മുൻപ് ചെയ്ത റീലുണ്ടല്ലോ, കുട്ടനാടൻ കായലിലെ പാട്ട് കള്ള് ഷോപ്പിൽ നിന്ന് എടുത്ത റീൽ, അതും വേറെ 1-2 വീഡിയോകളൊക്കെ വെച്ചിട്ട് ഞാനൊരു കംപ്ലൈൻറ്റ് സൈബർ സെല്ലിൽ കൊടുത്തു. എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? അപ്പോൾ സൈബർ സെല്ലിനും എക്സൈസിനും ഇപ്പോൾ കംപ്ലൈൻറ്റ് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു സംശയമില്ല, ഈ കൊടുത്ത വ്യക്തി തന്നെ പലരും അദ്ദേഹത്തിന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് എന്തെങ്കിലും ഇതിനെതിരെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് ഈ പറയുന്ന തരത്തിൽ ഇദ്ദേഹത്തെ ചൊറിയുന്ന തരത്തിൽ രേണുവിനെ ഇഷ്ടപ്പെടുന്ന കുറേയധികം രേണുവിനെ ആ ഒരു രീതിയിൽ എന്തോ ഒരു സംഭവമാക്കി കാണിക്കുന്ന ചിലർ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ ഒരു തരത്തിലുള്ളവർ തന്നെ ഇദ്ദേഹത്തെ ചെന്ന് ചൊറിഞ്ഞ് അവസാനം രേണുവിന് പണി വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. ഇപ്പോൾ എന്തായാലും എക്സൈസിനും അതോടൊപ്പം തന്നെ സൈബർ സെല്ലിനും പരാതി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അവരത് സ്വീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വേണ്ട നടപടികൾ എടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നതെന്ന് പറയുന്നത്. ഇതെന്തായാലും രേണുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല പണി ഇരന്നു വാങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വേണം എടുത്തു പറയാനായിട്ട്. എന്തായാലും അഹങ്കാരത്തിനുള്ള ചുട്ട മറുപടി എന്തായാലും ഇപ്പോൾ കിട്ടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. സൈബർ സെല്ലിൽ പോയപ്പോഴേക്കും അവിടെ സാർ ഉണ്ടായിരുന്നു. സാർ കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായി. അവർ കേസ് എടുത്തു, അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നു വാട്സാപ്പിൽ. ഓക്കെ, അപ്പോൾ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ സംസാരിക്കുന്ന പരിപാടികൾ നിർത്തലാക്കി തരണം എന്ന് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം രേണുവിന് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതിന് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല, എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞു. അവർക്കും ഞാൻ ഈ പറയുന്ന
വീഡിയോയുടെ ലിങ്കും അതുപോലെ സ്ക്രീൻഷോട്ടും ഫോട്ടോകളും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഫർദർ കാര്യങ്ങളൊന്നും എന്താ സംഭവിക്കാൻ പോകുന്നതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള് ഷോപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് കേസ്. ഇപ്പോൾ നമ്മുടെ സൂരജിനും ഫൈൻ കിട്ടിയത് ആ ഒരു കേസിൻ്റെ ബേസിലാണ്. 2 വർഷം മുന്നേ നടന്ന ഒരു ഇഷ്യൂലാണ് ആ കേസ് വന്നത്. 20,000 രൂപ ഫൈൻ, 50,000 രൂപയായിരുന്നു. അത് 20,000 രൂപയുടെ അദാലത്തിൽ വെച്ച് കുറച്ച് കൊടുത്തു. ഇവിടെയും ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഇത് സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരം ജനങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല എന്ന രീതിക്കാണ് സംസാരിച്ചത്. അപ്പോൾ അവിടെ നിന്നും നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അവരും കേസ് എടുത്തിട്ടുണ്ട്. കൊടുത്ത കംപ്ലയിൻറ്റ് റിസീവ്ഡ്. ഇതിപ്പോൾ ഞാൻ ഫോട്ടോ കോപ്പി എടുത്താണ്, അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. കേസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിന് നല്ലൊരു ഫൈൻ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിന് മുന്നേ തന്നെ ഒരു വ്ളോഗർ ഒരു വീഡിയോ ഈ പറയുന്ന രീതിയിൽ കള്ള് ഷോപ്പിലൊക്കെ പോയി എടുത്ത് അവസാനം പണി കിട്ടുന്ന തരത്തിലോട്ട്, നല്ലൊരു ഫൈൻ കിട്ടുന്ന തരത്തിലോട്ടൊക്കെ തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു ഈ കാണിച്ച കാര്യത്തിന് നല്ലൊരു ഫൈൻ കിട്ടുമെന്ന് മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ രേണുവിന്റെ സോഷ്യൽ മീഡിയ പൂട്ടിക്കെട്ടാനായിട്ടുള്ള ഒരു തരത്തിലോട്ട് വരെ കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. അത് മാത്രമല്ല സബ്സ്ക്രിപ്ഷന്റെ കാര്യം. രേണു എന്തോ വലിയ സംഭവമായിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് ബുക്ക് അടിച്ചുകൊണ്ട് നടക്കുന്നില്ല. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു അങ്ങ് വലിയ വായിൽ എന്തൊക്കെയോ അങ്ങ് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്റെ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് കയറിയിട്ട് ആരൊക്കെയോ എൻ്റെ അത് ലീക്കാക്കി ഇത് ലീക്കാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നും കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് രേണു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനുള്ള മറുപടി ഇപ്പോൾ അതിനും കൂടി പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് ആ ഒരു തരത്തിൽ കൂടി അത് കേസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൂവ് ആകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, അത് മെറ്റയുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി വരുന്ന തരത്തിൽ ഈ പറയുന്ന രീതിയിൽ സൈബർ സെല്ലും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയേക്കാം. അതും ഈ പറയുന്ന രീതിയിൽ സബ്സ്ക്രിപ്ഷൻ പൂട്ടിക്കെട്ടുന്ന തരത്തിലോട്ട് ഈ പറയുന്ന ഇൻസ്റ്റാ അക്കൗണ്ട്, സോഷ്യൽ മീഡിയ രേണുവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും പൂട്ടിക്കെട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. കാരണം അതുപോലെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. കാരണം കാര്യം അത്ര നിസ്സാരമല്ല. രേണുവിന് 8ന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത്. എടി ഇതൊക്കെ ഇരന്ന് വാങ്ങിയ പണിയാണ് എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് നിലത്ത് നിൽക്കണം. അല്ലാതെ ഞാൻ എന്തോ വലിയ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ വലിയ സംഭവമായി അങ്ങ് പറന്ന് നടന്ന് അവസാനം പണി വാങ്ങുന്നത്, അതായത് എല്ലാവരെയും ചൊറിഞ്ഞ് അവസാനം പണി വാങ്ങുന്ന ഒരു പരിപാടിയാണ് രേണു ഇപ്പോൾ ചെയ്തു വെച്ചെന്നുള്ളത്. കാരണം രേണുവിൻ്റെ ഓരോ കണ്ടന്റും ഞാൻ കാര്യം പലരും പറയും, അയ്യോ അത് എന്ത് ചെയ്തെങ്കിലും ജീവിച്ചോട്ടെ, അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറയും. പാവം എന്ത് പാവമെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. കാരണം ഈ പറയുന്ന നല്ല നല്ല കോണ്ടന്റുകൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഷോർട്ട് ഫിലിം ആയാലും എന്ത് കാര്യം രേണുവിൻ്റെ ഇഷ്ടമാണ്, ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷേ അത് ഈ പറയുന്നത് പബ്ലിക്കിന്റെ മുന്നിലേക്ക് മനഃപൂർവ്വം ഒരുമാതിരി എന്തോ പോലെ അങ്ങ് ഇട്ടുകൊടുക്കുവാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ആളുകളെ ഒരുമാതിരി വെറുപ്പിക്കുന്ന, അത് പീക്ക് ലെവൽ വെറുപ്പിക്കുന്ന തരത്തിലൂടെയാണ് രേണു ഇപ്പോൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ എന്നുള്ളത് 100% എടുത്തു പറയേണ്ടി വരും. കാരണം അമ്മാതിരിയുള്ള ചെയ്താണ് രേണു ചെയ്തു വയ്ക്കുന്നത്. രേണു ഇപ്പോൾ വരെയും ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അത് ഈ പറയുന്ന രീതിയിൽ ഷോർട്ട് ഫിലിമിന്റെ ആയാലും വെബ് സീരീസ് ആയാലും എന്ത് കുന്തോ ആയാലും, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന രേണുവിന്റെ ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് കാണാനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതുപോലെയുള്ള ഷോർട്ട് ഫിലിമും വെബ് സീരീസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന രീതി. അതിൻ്റെ ഷോർട്ട് വീഡിയോസും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ രേണു തന്നെ അക്കൗണ്ട് ഇടുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇത് എന്ത് തരമാണ് എന്നുള്ളത്. ഏതെങ്കിലും ഒരു ആള് അടിപൊളി ഷോർട്ട് ഫിലിമാണ്, അടിപൊളി വെബ് സീരീസ് ആണ് എന്ന് പറയുന്ന തരത്തിലോട്ട് രേണുവിൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമോ ഏതെങ്കിലും ഒരു വെബ് സീരീസോ മാറിയിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും. അല്ലാതെ എന്തോ നല്ല കോണ്ടന്റ് ചെയ്ത് നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്ത് ആൾക്കാരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനല്ല രേണു നോക്കുന്നത്. പകരം അത്രത്തോളം ആളുകളെ വെറുപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ പറ്റുമോ അതെല്ലാം കാണിച്ചു കൂട്ടുന്ന കുറേയധികം കോപ്രായങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ ഷോർട്ട് ഫിലിം എന്നും പറഞ്ഞും വെബ് സീരീസ് എന്നും പറഞ്ഞും ഇറക്കുന്ന കാര്യങ്ങളെന്ന് പറയും. ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. കാരണം കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം തന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു ലിമിറ്റ് വയ്ക്കുന്ന തരത്തിലോട്ട് മെറ്റയുടെ ഒരു ഇത് മാറിക്കഴിഞ്ഞാൽ രേണുവിന് പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് വന്നിട്ടുള്ള ഈ പറയുന്ന ഫോട്ടോസും രേണു അപ്ലോഡ് ചെയ്ത കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്ത് വരും. അതൊന്നും തന്നെ എനിക്കിത് കാണിക്കാനായിട്ട് വയ്യ. കാരണം സഹിക്കബിൾ ആണ് ആ ഒരു തരത്തിൽ. എനിക്ക് അത് പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇതൊക്കെ ലിമിറ്റൊക്കെ ക്രോസ് ചെയ്ത് അങ്ങ് പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. അതിനുള്ള ഒരു പണിയാണ് ഇപ്പോൾ രേണുവിന് കിട്ടിയിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരെയും വെല്ലുവിളിച്ചോളൂ അല്ലെങ്കിൽ രേണുവിൻ്റെ വഴി മുട്ടിക്കുന്ന തരത്തിലോ ഒന്നും അല്ല. പക്ഷെ രേണു തന്നെ ഇരന്ന് വാങ്ങുന്ന ഓരോ പണികളാണ് എന്ന് വേണം എടുത്തു പറയാനായിട്ട്. കാരണം രേണുവിൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതോടൊപ്പം തന്നെ മുന്നോട്ട് പോകാനും ഒക്കെ തന്നെയുള്ള ലൈസൻസ് ഉണ്ട്. പക്ഷേ
അത് ഈ പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും അവരെ ഒരുമാതിരി മറ്റവന്മാരാക്കുന്ന തരത്തിലോട്ടും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഒരുമാതിരി വെറുപ്പുളവാക്കുന്ന തരത്തിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരിപ്പോൾ ഭൂരിഭാഗം ഇപ്പം ഈ പറയുന്ന രീതിയിൽ രേണു എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരാണ് കേരളത്തിൽ നിലവിലുള്ളത്? കുറച്ച് പേരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവർ രേണുവിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഈ പറയുന്ന സ്ത്രീകളടക്കം, സ്ത്രീകളാണ് ഒരുപാട് പേര് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രേണുവിനെതിരെ എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അവരാണ് ഇപ്പോൾ രേണുവിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് പലയിടത്തും കമന്റായിട്ടും മെസ്സേജായിട്ടും അയക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി. ഈ വ്യക്തി അടക്കം, ഈ കേസ് കൊടുത്ത വ്യക്തിക്കടക്കം രേണുവിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്നു. കാരണം അത്രത്തോളം സഹി കെട്ടടേ, അത്രത്തോളം ജനങ്ങൾ സഹി കെട്ടു എന്ന് എടുത്തു പറയേണ്ടി വരും. അമ്മാതിരി വെറുപ്പിക്കലിന്റെ അങ്ങേ അറ്റം കുറേ ഓൺലൈൻ മീഡിയാസിനെ ഇങ്ങനെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് ഈ ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള ഓരോ കണ്ടന്റ് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഒരു ആവശ്യമില്ലാതെ നല്ല നല്ല എന്തെങ്കിലും കാര്യങ്ങൾ പറയാം, നല്ല നല്ല എന്തെങ്കിലും കോണ്ടന്റുകൾ ഇട്, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ രേണുവിന് മാത്രം എന്തുകൊണ്ടാണ് ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ടാകുന്നത്? രേണുവിന് മാത്രം എന്താണ് ഇത്രത്തോളം എഗെയിൻസ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു തരത്തിൽ? അത് ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഈ പറയുന്ന രേണു ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് അതിരുവിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറത്തോട്ട് രേണു എന്ന് പറയുന്ന വ്യക്തി ഓരോ കാര്യങ്ങളും ഓരോ കോപ്രായ രീതികളായിട്ട് കാണിച്ചു കൂട്ടുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, അത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ പറയുന്ന മുതിർന്നവർ മാത്രമല്ല, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും എന്തായാലും ഇത് ഏതിൽ നോക്കിയാലും ഈ പറയുന്ന രീതിയിൽ രേണു സുധി അത് ഇത് മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പോശൊന്നും. അതും നല്ല നല്ല കോണ്ടന്റുകളാണെങ്കിൽ ശരിയെന്ന് പറയും. ഇത് അതൊന്നുമല്ല, ഇത് അങ്ങേയറ്റം എന്തൊക്കെയാണോ പറയാൻ പറ്റുന്നത്, എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പറ്റുന്നത്, എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, അതുപോലുള്ള ഒരുമാതിരി അലമ്പ് കോണ്ടന്റുകൾ അത് പല രീതിയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അറുതി വരണം, അത് ആ ഒരു ലിമിറ്റ് ഉണ്ടാവണം. ഇത് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റും ക്രോസ് ചെയ്ത് റീച്ചിന് വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ട് പരിധിയിൽ കവിഞ്ഞ് ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ രേണുവിന് ഇപ്പം പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എല്ലാത്തിനൊരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പലർക്കും അതൊരു ദുഷിച്ചിലായിട്ട് തോന്നും. ആ ഒരു കാര്യമാണ് ഇപ്പോൾ രേണുവിൻ്റെ വിഷയത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്തായാലും ഈ കേസ് ഇപ്പോൾ ചെറിയൊരു കാര്യമല്ല, ഇത് രേണുവിൻ്റെ സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ പൂട്ട് വീഴാൻ പറ്റുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയെന്ന് വരും. അതുകൊണ്ട് രേണു ശരിക്കും പറഞ്ഞാൽ ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടും ഓരോന്ന് ചെയ്യുന്നതും പറയുന്നതും ആയാൽ രേണുവിന് കൊള്ളാമെന്ന് പറയാം. അതല്ല ഇനിയും ഞാൻ എന്തും ചെയ്യും, ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും കാട്ടിക്കൂട്ടലുകളാണ് ഇനിയും ഈ പറയുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പണി ഇരന്നു വാങ്ങുന്ന തരത്തിലോട്ട് രേണു എത്തിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.